അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഗുവാഹട്ടിയിൽ സേഫായിട്ടെത്തി. എയർപോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളൊരു റൂമൊക്കെ ബുക്ക് ചെയ്ത് പതുക്കെ ഞങ്ങളുടെ റൂമിലേക്ക് നടന്നു. റൂമൊക്കെ എത്തി സെറ്റിലായ ശേഷം വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് റൂമൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ സേഫ്റ്റിയൊക്കെ ഒന്ന് ഉറപ്പാക്കിയ ശേഷം ഞങ്ങൾ പതുക്കെ ഒന്ന് ഫ്രഷനപ്പായി. ബിക്കോസ് അന്നമാണല്ലോ ഉന്നം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അന്നം തേടി ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഈ സ്ഥലത്തിനെ പറ്റി വലിയ പിടിയില്ലാത്തത് കൊണ്ട് ഒരു സിംഗിൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. പിന്നെ വെജിറ്റേറിയൻ ഫുഡിനോട് താല്പര്യമില്ലാത്ത കാരണം അങ്ങനത്തെ ഹോട്ടലിൻ്റെ മുമ്പിലൊന്നും ഞങ്ങൾ വണ്ടി നിർത്തിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വെച്ച് നടന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ചൂട് ചായ. കാരണം നല്ല അത്യാവശ്യം നല്ലൊരു കുട്ടി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോറയും ബൂജിയും നടന്ന് ഒരു ചായക്കട കണ്ടുപിടിച്ചു. നല്ലൊരു ചൂട് ചായയും നല്ലൊരു ഓംലെറ്റും ഒക്കെ കഴിച്ച് അടുത്ത പെട്ടിക്കടയിലേക്ക് കയറി. അപ്പം നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈയും നല്ല ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറി, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഉള്ളിൽ നാഗവല്ലി അടങ്ങിയില്ല. വീണ്ടും കയറി അടുത്ത കടയിലേക്ക്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ നല്ല ചൂട് ഫ്രൈഡ് റൈസും പിന്നെയും ചായ ഓർഡർ ചെയ്തു. കാരണം എല്ലായിടത്തും ചായക്ക് ടേസ്റ്റ് ഒന്ന് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല കമ്പനി ആയതുകൊണ്ട് നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്ന പോലത്തെ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നൈറ്റ് ഓൺ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ റൂമിലേക്ക് ചലിച്ചു. പിന്നെ വാട്ട് ഈസ് എ വെക്കേഷൻ വിത്തൗട്ട് വെട്ടം മൂവി. കുറച്ച് നേരം അതൊക്കെ കണ്ട് കുറേ ചിരിച്ച് ഒരു കോഫിയൊക്കെ ഇട്ട് പിടിച്ച് ഞങ്ങൾ 2 പേരും ഫ്ലാറ്റായി. അപ്പോൾ